മിക്ക പൂച്ചകൾക്കും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വിരശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പൂച്ചക്കുട്ടികൾക്ക് തള്ളപ്പൂച്ചകളിൽ നിന്നും രോഗം പിടിപെടാം. പുറത്തു പോകുന്ന പൂച്ചകൾക്ക് അവരുടെ പരിസരങ്ങളിൽ നിന്ന് വിരശല്യം പിടിപെടുന്നത് പതിവാണ്. പൂർണ്ണമായും വീടിനുള്ളിൽ താമസിക്കുന്ന പൂച്ചകൾക്ക് പോലും കുടുംബത്തിൽ ചേരുന്ന പുതിയ പൂച്ചയിൽ നിന്നോ വീട്ടിൽ പതുങ്ങിയിരിക്കുന്ന എലിയെ പിടിക്കുന്നതിലൂടെയോ വിരശല്യം പിടിപെടാറുണ്ട്. വിരകൾ ഒരു നിശ്ചിത വലുപ്പത്തിലും എണ്ണത്തിലും എത്തിക്കഴിയുമ്പോൾ അവർ ജീവിക്കുന്ന മൃഗങ്ങളിൽ രോഗത്തിന്റെ ബാഹ്യമായ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. പൂച്ചകളിൽ പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ മലത്തിൽ മ്യൂക്കസ് അല്ലെങ്കിൽ രക്തം കാണുക, പൊതുവായ ആരോഗ്യത്തിലുള്ള കുറവ്, വിശപ്പ് കുറയുക, ശരീരഭാരം കുറയുക, കണ്ണിനുള്ളിലുള്ള കൺപോള പുറത്തേക്ക് തള്ളി നിൽക്കുക, വിളർച്ച എന്നിവയൊക്കെയാണ്. 6 മാസത്തിൽ താഴെ പ്രായമുള്ള പൂച്ചക്കുട്ടികൾക്ക് പ്രതിരോധശേഷി കുറവായിരിക്കും. അതിനാൽ വിരശല്യം കൂടിയാൽ അതുമൂലം പ്രകടമായ വൈകല്യത്തിലേക്കോ മരണത്തിലേക്കോ നയിച്ചേക്കാം. 6 മാസത്തിൽ കൂടുതലുള്ള പൂച്ചകളിൽ കാര്യമായ ബാഹ്യമായ ലക്ഷണങ്ങൾ കാണിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി പൂച്ചകളിൽ വിരയിളക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ചില വിരമരുന്നുകൾ ഒന്നിലധികം ഇനം വിരകൾക്കെതിരെ ഫലപ്രദമാണെങ്കിലും എല്ലാ വിരകൾക്കെതിരെയും ഫലപ്രദമാകണമെന്നില്ല. അതിനാൽ ഒരു മരുന്ന് സുരക്ഷിതവും ഫലപ്രദവുമാകണമെങ്കിൽ അതിന് കൃത്യമായ രോഗനിർണയം ആവശ്യമാണ്. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം കൃത്യമായി മരുന്ന് നൽകേണ്ടതും പ്രധാനമാണ്. എന്നാൽ പല വിരമരുന്നുകൾക്കും ചില പാർശ്വഫലങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇക്കാരണങ്ങളാൽ ഒരു വെറ്റിനറി ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം നിങ്ങളുടെ പൂച്ചയ്ക്ക് വിരമരുന്ന് നൽകുന്നതാണ് നല്ലത്. ഇനി എപ്പോഴെല്ലാമാണ് പൂച്ചകൾക്ക് വിരമരുന്നുകൾ നൽകേണ്ടതെന്ന് നോക്കാം. പൂച്ചക്കുട്ടികൾക്ക് 2 മുതൽ 3 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യത്തെ ഡോസ് വിരമരുന്നു നൽകണം. ഉരുണ്ട വിരകൾ പോകാനുള്ള മരുന്നാണ് ഈ സമയത്ത് നൽകേണ്ടത്. അതിനുശേഷം 5 മുതൽ 6 ആഴ്ച പ്രായമാകുമ്പോൾ വീണ്ടും ഒരു ഡോസ് മരുന്നും കൂടി നൽകണം. പിന്നീട് 6 മാസം പ്രായമാകുന്നതുവരെ പൂച്ചക്കുട്ടികൾക്ക് എല്ലാ മാസവും അവരുടെ ശരീരഭാരത്തിനനുസരിച്ച് സുരക്ഷിതമായ വിരമരുന്ന് നൽകേണ്ടതാണ്. 6 മാസത്തിനു മുകളിൽ പ്രായമുള്ള പൂച്ചകൾക്ക് ശരിക്കും വിരശല്യമുണ്ടെന്ന് കൃത്യമായ രോഗനിർണയം നടത്തിയിട്ടാണ് വിരമരുന്ന് നൽകേണ്ടത്. മൈക്രോസ്കോപ്പിലൂടെ മലം പരിശോധിക്കുന്നതിലൂടെ ഏത് തരം വിരകളാണുള്ളതെന്നനുസരിച്ച് മികച്ച മരുന്നുകൾ നൽകാൻ കഴിയും. അതിനാൽ മുതിർന്ന പൂച്ചകളെ വർഷത്തിൽ 2 തവണയെങ്കിലും വിരകളുടെ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. പരന്ന വിരകൾ അഥവാ ടേപ്പ് വേംസ് പൂച്ചകളിൽ കാണുകയാണെങ്കിൽ വർഷത്തിൽ 5 തവണയെങ്കിലും അതിനെതിരെയുള്ള വിരമരുന്നുകൾ നൽകേണ്ടിവരും. പെൺപൂച്ചകളെ ബ്രീഡിംഗ് ചെയ്യുന്നതിന് തൊട്ടുമുൻപ് കൃത്യമായി പരിശോധിച്ച് വിരമരുന്നുകൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇത് അതിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും ഗുണം ചെയ്യും. ഇനി വിരശല്യം ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാന പ്രതിരോധ മാർഗങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഭൂരിഭാഗം വിരകളുടെയും ജീവിതചക്രങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ അവ പ്രതികൂല സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ട് അവയുടെ ജീവിതചക്രങ്ങൾ പുനഃക്രമീകരിക്കുകയും അങ്ങനെ വിരശല്യം വീണ്ടും പിടിപെടാനുള്ള സാധ്യതയും വളരെ വലുതാണ്. അതിനാൽ വിരകളെ നിയന്ത്രണവിധേയമാക്കാൻ വിരകളുടെ മുട്ടകളെയും ലാർവകളെയും നശിപ്പിക്കണം. ഇതിനർത്ഥം നിങ്ങളുടെ പൂച്ചയ്ക്ക് നല്ല ശുചിത്വവും വൃത്തിയുള്ളതും വരണ്ടതുമായ കൂടുകളും താമസസ്ഥലങ്ങളും നൽകണമെന്നാണ്. കൂടാതെ ഈച്ചകളും എലികളും പോലെയുള്ള ഇന്റർമീഡിയറ്റ് ഹോസ്റ്റുകളെ നിയന്ത്രിക്കുകയും വേണം.